നവ്യേൻ്റെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ കനകയും ഗോവിന്ദനും ആണെങ്കിലും നമ്മളെ നന്ദുൻ്റെ അടുത്ത് പറയുകയാണ്, എന്തായാലും ആദർശ് ഇങ്ങനെയൊക്കെ ഒരു തെറ്റ് ചെയ്തല്ലോ എന്നൊക്കെ ഭയങ്കര സങ്കടത്തോടെ പറയുമ്പം നമ്മളെ നന്ദു പറയുന്നുണ്ട്, ഞാനൊരിക്കലും ആദർശേട്ടൻ ഇങ്ങനെ ചെയ്തതെന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല, ഞാൻ വിശ്വസിക്കത്തതുമില്ലെന്ന് പറയും. പിന്നെ അമ്മയുടെ മോളാണ് ആദർശേട്ടൻ്റെ കൂടെ ജീവിക്കുന്നത്, ചേച്ചിക്കില്ലാത്ത ഒരു പ്രശ്നം എന്തായാലും നമുക്കൊരു വിഷമവും നമുക്ക് വേണ്ടല്ലോ എന്ന് ഇങ്ങനെ നന്ദു പിന്നെ ഗോവിന്ദൻ്റെ അടുത്തും കനകയുടെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ നയനയാണ് കാണിക്കുന്നത്. നയന അപ്പോഴത്തേക്ക് നമ്മൾ നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആദർശേട്ടൻ്റെ കുഞ്ഞല്ല എന്ന്. പിന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആരുടെ ഇതൊന്നും പറയണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ വിശ്വസിച്ചാണ് ഞാനിപ്പം ജീവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് നയന പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മളെ ജലജയാണ് കേട്ടോ. ഇപ്പം ജലജയാണെങ്കിൽ നമ്മളെ നവ്യ അടുത്താണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ നവ്യെ എരിപിരി കയറ്റുന്നുണ്ട് കേട്ടോ. നവ്യ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ ജീവിക്കേണ്ടത് നീയും അനാമികയൊക്കെയാണ്, അല്ലാതെ ആ കൊച്ചല്ല ഇവിടെ ജീവിക്കേണ്ടത്, അതിന് നിങ്ങൾ രണ്ടും കൂടെ ചേർത്ത് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞ് നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ എരിപിരി കയറ്റി കൊടുത്തിട്ട് നമ്മളെ ജലജ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുന്ന നമ്മളെ നവ്യയും കാണിച്ചിട്ടാണ് ഇന്നത്തെ പ്രൊമോ റിവ്യൂ അവസാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.